സെപ്റ്റംബർ മാസം ലോകമെമ്പാടും ഇൻ്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ അവയർനെസ് മന്തായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ചൈൽഡ്ഹുഡ് ക്യാൻസർ അവയർനെസ് മന്തിൻ്റെ പ്രത്യേകത? സെപ്റ്റംബർ മാസം ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകര്, ഡോക്ടർമാര് എല്ലാവരും ക്യാൻസറിനെ പറ്റി, അതായത് കുട്ടികളുടെ ക്യാൻസറിനെ പറ്റി അവബോധം നമ്മുടെ ലോകത്ത് കൂടുതൽ വരുത്താൻ വേണ്ടി പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നു. അതായത് ഇതിനെ പറ്റിയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഡോക്ടർമാർ തമ്മിലുള്ള ചർച്ചകൾ. വേറൊരു വലിയൊരു കാര്യം സ്ഥിരം എല്ലാ വർഷവും ചെയ്യുന്നത് എന്താ വെച്ചാൽ ഗോ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് വലിയ വലിയ കെട്ടിടങ്ങൾ എല്ലാം ഗോൾഡ് നിറത്തിലാക്കും. ഇതിനെപ്പറ്റി കുട്ടികളുടെ ക്യാൻസർ കൂടുതൽ മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ തരം വ്യത്യാസമാണ്, എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം, ഇത് കൂടുതൽ മാറ്റാൻ എന്തൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സംവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസമാണ്, അവബോധം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസമാണ് സെപ്റ്റംബർ. ഈ വർഷവും നമ്മൾ ഇതുപോലെ ഈ സെപ്റ്റംബർ 20-25 നമ്മുടെ ഹോസ്പിറ്റലിലും ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഇത് ആചരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, കുട്ടികൾക്ക് ക്യാൻസർ വരുമോ? പൊതുവെ മുതിർന്നവർക്കാണ് കൂടുതലായി ക്യാൻസർ കണ്ടുവരുന്നതെങ്കിലും കുട്ടികളിലും ക്യാൻസർ വരാം. ജനിച്ച ഒരു കുട്ടി മുതൽ കൗമാരപ്രായം വരെയുള്ള കുട്ടികളിലും ക്യാൻസർ വരാവുന്നതാണ്. കണക്കുകൾ അനുസരിച്ച്, ഇന്ത്യയിലെ കണക്കുകൾ അനുസരിച്ച് ഒരു വർഷം 75,000-നടുത്ത് കുട്ടികൾക്ക് ക്യാൻസർ പുതുതായി കണ്ടുപിടിക്കുന്നു. ലോകമെമ്പാടുമുള്ള കണക്കുകൾ അനുസരിച്ച് 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും അടുത്തുള്ള കുട്ടികളിൽ ക്യാൻസർ പുതുതായി കണ്ടുപിടിച്ച് വരുന്നു. കുട്ടികളിലും ക്യാൻസർ വരാവുന്നതാണ്. ഈ കുട്ടികളുടെ ക്യാൻസറും വലിയവരുടെ ക്യാൻസറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുട്ടികളുടെ ക്യാൻസറും വലിയവരുടെ ക്യാൻസറും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഒന്ന്, തരത്തിൽ വ്യത്യാസമാണ്. വലിയവർക്ക് വരുന്ന ക്യാൻസർ നമുക്ക് നോക്കാം, ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ ഗർഭാശയ മുഖ ക്യാൻസർ. ആണുങ്ങൾക്കാണെങ്കിൽ കുടലിലത്തെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലത്തെ ക്യാൻസർ, വായയിലത്തെ ക്യാൻസർ. കുട്ടികളിൽ ഈ ക്യാൻസറുകൾ ഒന്നും വരില്ല. കുട്ടികൾക്ക് വരുന്ന ക്യാൻസർ ടോട്ടലി വ്യത്യസ്തമാണ്. അപ്പൊ ഒരിക്കലും നമുക്കൊരു വലിയവരുടെ ക്യാൻസറും കുട്ടികളുടെ ക്യാൻസറും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതാണ് വലിയൊരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചികിത്സയിലും വലിയ വ്യത്യാസമാണ്. സാധാരണ വലിയ ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം 8 മാസം കൊണ്ട് സാധാരണ ചികിത്സ തീരും. പക്ഷെ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ദൈർഘ്യമേറിയ ചികിത്സയാണ്. അതായത് ചിലപ്പോൾ 2-2.5 വർഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചികിത്സ. അപ്പോൾ കൂടുതൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ക്യാൻസർ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ക്യാൻസറുകളും മാറാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. നേരത്തെ കണ്ടുപിടിക്കണം, ചികിത്സ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് കൂടുതൽ വിജയസാധ്യതയും കൂടുതലാണ്. മൂന്നാമത്തെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാമിലി മുഴുവനാണ് എഫക്റ്റഡ് ആവുന്നത്. പല ഫാമിലികളും ഒരു ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയോട് കൂടെ നമ്മുടെ ആശുപത്രിയുടെ അകത്തേക്കൊക്കെ അടുത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാണ്. എന്നുവെച്ചാൽ 2-2.5 വർഷത്തെ ചികിത്സയല്ലേ, അത് കാരണം ഫാമിലിയോട് കൂടിയാണ്. അപ്പോൾ ഒരു വലിയൊരു ഫാമിലി മുഴുവൻ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് കുട്ടികളുടെ ക്യാൻസർ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സമൂഹമായിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ക്യാൻസർ കുട്ടികളുടെ ക്യാൻസറാണ്. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ കുട്ടികളുടെ ക്യാൻസറിന്റെ. കുട്ടികളിൽ സാധാരണയായി ഏത് തരം ക്യാൻസറുകളാണ് കൂടുതലായി കാണുന്നത്? വലിയവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലുക്കീമിയ, അക്യൂട്ട് ലുക്കീമിയ എന്ന് വെച്ചാൽ മജ്ജയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടൈപ്പ് ഒരു ക്യാൻസർ, അതാണ് ലുക്കീമിയാസ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രെയിൻ ട്യൂമേഴ്സ് ആണ്. അതിനുശേഷം ഉള്ളത് വയറിൽ വരുന്ന ട്യൂമേഴ്സ്, ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയിൽ നിന്നുള്ള ട്യൂമേഴ്സ്, ബോൺ ട്യൂമേഴ്സ് എല്ലാം കുട്ടികളെ ബാധിക്കാം. ഈ കുട്ടികളിലെ ക്യാൻസറിൻ്റെ ആദ്യം നമുക്ക് വാർണിംഗ് തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും സാധാരണഗതിയിൽ? ഇപ്പോൾ ഡോക്ടർ ഗസല് പറഞ്ഞ പോലെ ഓരോ ക്യാൻസറും കുട്ടികളിൽ വ്യത്യസ്തമാണ്. അപ്പോൾ രക്തത്തിലത്തെ ക്യാൻസർ നോക്കാം നമുക്ക്. ഓരോ എന്തൊക്കെയാണ് നമുക്ക് രക്തത്തിൽ 3 തരം അണുക്കളാണ്. ചുമന്ന അണുക്കളുണ്ട്, വെള്ള അണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ അംശമുണ്ട്. അപ്പോൾ ബ്ലഡ് ക്യാൻസറിന്റെ ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ കോശങ്ങളും കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അതായത് ചുമന്ന അണുക്കൾ കുറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ച വരും, ക്ഷീണം വരും. വെള്ള അണുക്കൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരും. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്തസ്രാവം ഉണ്ടാവാം. ഏതെങ്കിലും ഭാഗത്തുനിന്ന് പല്ലിന്നോ മേത്തോ അല്ലെങ്കിൽ തൊലിയിലോ എല്ലാം രക്തസ്രാവം
ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്താർബുദത്തിന്റെ ലക്ഷണങ്ങൾ. രണ്ടാമത്തെ വരുന്ന ഏറ്റവും കോമൺ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ, തലച്ചോറിന്റെ അകത്തുള്ള ക്യാൻസറുകൾ. ഇതിന്റെ മെയിൻ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ തലവേദന, വിട്ടുമാറാത്ത തലവേദന, രാവിലെ എണീക്കുമ്പോഴുള്ള തലവേദന, ഛർദി, ഇതൊക്കെയാണ് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ. വയറിലത്തെ വീക്കം, വേദനയോട് കൂടിയോ വേദന ഇല്ലാത്തോ, അമ്മയൊക്കെ കുളിപ്പിക്കുമ്പോൾ ഒരു മുഴയായിട്ട് വരുന്ന ക്യാൻസറുകളാണ് പലപ്പോഴും കിഡ്നിയിലത്തെ ക്യാൻസർ അല്ലെങ്കിൽ അഡ്രിനൽ ഗ്രന്ഥിയിൽ വരുന്ന ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ. പിന്നെ എല്ലിലത്തെ ട്യൂമറുകൾ മുഴകളായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ മുഴകളായിട്ട് സാധാരണ വേദന ഇല്ലാത്ത മുഴകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാണാത്ത രീതിയിലുള്ള മുഴകൾ ആണ് കൂടുതൽ പ്രശ്നമുള്ള മുഴകൾ. പലപ്പോഴും മറ്റേ അച്ഛനമ്മമാര് വേദന ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞങ്ങൾ കാണിച്ചില്ല എന്ന് പറയും. ശരിക്കും വേദന ഇല്ലാത്ത മുഴകളാണ് പ്രശ്നമുള്ള മുഴകൾ. പിന്നെ ഒരു ക്യാൻസറിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാൻ എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്യാൻസർ കണ്ണിൽ വരുന്ന ക്യാൻസർ ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അത് നേരത്തെ കണ്ടുപിടിക്കാൻ വെച്ചാൽ മാറാൻ സാധ്യത 100% ഉള്ളതാണ്. അപ്പൊ ഈ ക്യാൻസറിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ സാധാരണ കണ്ണില് ചുമന്ന നിറം വരും. അതിന്റെ പേരാണ് റെഡ് ഗ്ലോ എന്ന് പറയുന്നത്. ഫോട്ടോയിൽ എപ്പോഴും നമ്മൾ ചുമന്ന നിറം കാണും. അപ്പൊ ഇതൊരു വെള്ള നിറമായിട്ട് കാണുകയാണെങ്കിൽ കണ്ണിന്റെ ഉള്ളിൽ ഭാഗം, അതായത് വൈറ്റ് റിഫ്ലെക്സ് എന്ന് പറയും, ഇത് കണ്ണിന്റെ ക്യാൻസറിന്റെ ഒരു ലക്ഷണമാവും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കോങ്ങണ്ണ് വരിക, ഇതൊക്കെ കണ്ണിന്റെ ക്യാൻസറിന്റെ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാവാം. ഇതൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ട് കുട്ടികൾക്ക് കാണുന്ന ക്യാൻസറുകളും ഇതിന്റെ വാർണിംഗ് സൈൻസ്, അതായത് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരു വൈദ്യസഹായം എടുക്കേണ്ട ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. എല്ലാവർക്കും ഒരു അവബോധം കൊണ്ടുവരാൻ വേണ്ടി നമ്മളായ എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഇതിന് ഇറങ്ങുന്ന മാസമാണ്.